അച്ചച്ച ഇനി പുതിയ കഥ പറഞ്ഞു തരോ? അപ്പുക്കുട്ടന് ഇനിയും കഥ കേൾക്കണോ? അച്ചച്ചന് ഇപ്പൊ എത്ര കഥ പറഞ്ഞു തന്നേ മോനെ. അപ്പുക്കുട്ടന് കഥകൾ കേൾക്കാനേ ഒത്തിരി ഇഷ്ടാണ് അച്ചച്ച. അച്ഛ കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയാലേ ഇവൻ നമ്മളെ വെറുതെ വിടത്തില്ല. ഇവൻ ഉറങ്ങോളം കഥ പറയേണ്ടി വരും. എടാ അപ്പുക്കുട്ട, നിന്റെ അമ്മ എവിടെ പോയി? ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരായി? അമ്മ ജോഗിങ്ങിന് പോയി. ജോഗിങ്ങിനോ? ഞങ്ങൾക്ക് സ്കൂളില്ലാത്ത ദിവസമൊക്കെ അമ്മ ജോഗിങ്ങിന് പോവല്ലോ. അച്ഛനും അറിയില്ല? ഇല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതിന് അച്ഛൻ രാവിലെ എഴുന്നേറ്റാലല്ലേ കാണത്തുള്ളൂ. ചേടാ ഇനിയിപ്പോ ഒരു ചായ ഇട്ടാൻ എന്ത് ചെയ്യും? അച്ഛമ്മയോട് പറഞ്ഞോ? അതിന് അച്ഛമ്മ ഇവിടെ ഇല്ലല്ലോ. അച്ഛമ്മ രാവിലെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് മോനെ. അമ്മ ഇവിടെ ഇല്ലേ? അമ്മ ജോഗിങ്ങിന് പോയതാണോ? അതൊന്നും അറിയത്തില്ല. നിന്റെ അമ്മ ഇപ്പൊ മോഡേൺ അമ്മയല്ലേ മോനെ? ഇതാരാ? സുലുവിന്റെ വല്ല കൂട്ടുകാരികളാണോ മോനെ? അറിയില്ല അച്ഛാ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആരാ മനസ്സിലായില്ല? എന്താടാ നിന്റെ കണ്ണിന് തിമിരം വല്ലതും ബാധിച്ചോ? ഞാനാടാ നിന്റെ അമ്മ. അമ്മയോ? ആരുടെ അമ്മ? നിന്റെ അമ്മ തന്നെടാ. എന്താ രണ്ടാളും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നേ? നല്ല ഗ്ലാമർ ആയിട്ടുണ്ടല്ലേ. ഞാനേ മുടിയൊന്ന് ഡൈ ചെയ്തതാ. എങ്ങനെയുണ്ട്? വിലാസിനി നീയോ? നീ എന്താ ഈ ചെറിയ കുട്ടികളെ ഉടുപ്പോട്ട് നിൽക്കുന്നേ? അച്ഛ ഇത് അമ്മയൊന്നല്ല, ഇത് വേറെ ആരുമാണ്. ഇവനെ കൊണ്ട്. എടാ ഗോപാല, നിന്റെ അമ്മ തന്നെയാടാ ഞാൻ മുടിയൊന്ന് ഡൈ ചെയ്തപ്പോഴേക്ക് നിനക്ക് എന്നെ തിരിച്ചറിയാനും വയ്യേ? ഈശ്വര, ഞാൻ എന്താ ഈ കാണുന്നേ? അമ്മയോ? അമ്മ എന്താ അമ്മ ഇങ്ങനെ? എങ്ങനെയുണ്ട് മോനെ? സൂപ്പർ ആയിട്ടില്ലേ? നിന്റെ ഭാര്യ ഉണ്ടല്ലോ സുലു, അവളോടെ എന്നെ കണ്ട് പഠിക്കാൻ പറയും. ഇപ്പോഴും സാരി എടുത്ത് നടക്കുക, എന്നാലും ഒറ്റ ഒരു രസം ഇല്ലാനും. എന്റെ പൊന്നു വിലാസിനി, നീ ഇതെന്ത് വിചാരിച്ചിട്ടാ? ഞാൻ എന്ത് വിചാരിക്കണം? 10-45 കൊല്ലം നിങ്ങളുടെ കൂടെ ആ പട്ടിക്കാട്ടി കിടന്ന് കഷ്ടപ്പാടുകൾ സഹിച്ച് ഇപ്പോഴാ എനിക്കൊന്ന് ശ്വാസം വിട്ട് ജീവിക്കാനായത്. ഇപ്പൊ എന്തൊരു സുഖമെന്നറിയോ? ഒരു 20-30 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട്. ശരിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. എന്നാലും എന്റെ വിലാസിനി, നീ ഇതുപോലത്തെ വസ്ത്രമൊക്കെ ഇട്ടിങ്ങായിട്ട് പുറത്തിറങ്ങാന്ന് വെച്ചാ നമ്മുടെ കുടുംബത്തിനല്ലേ അതിന്റെ മോശം? തുടങ്ങി. പണ്ട് കല്യാണം കഴിഞ്ഞ് വന്ന കാലത്തെ ഒരു ചുരിദാർ പോലെ ഇടാൻ നിങ്ങൾ സമ്മതിക്കില്ലായിരുന്നു. അന്നൊക്കെ ചുരിദാറായിരുന്നു ഫാഷൻ. എത്ര ചുരിദാർ കണ്ട് മോഹിച്ചിട്ടുണ്ടെന്നറിയോ ഞാൻ. അന്നേ എന്നെ എല്ലാ ആശകളും നശിപ്പിച്ചത് നിങ്ങളാ. വിലാസിനി തുടങ്ങി. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ വിലാസിനി വിലാസിനി എന്ന് നീട്ടി വിളിക്കണ്ടാന്ന്. ഞാൻ എന്റെ പേര് മാറ്റിയെന്ന് പറഞ്ഞില്ലേ? എന്നെ വിലു എന്ന് വിളിച്ചാൽ മതി. എന്താ അമ്മ, അമ്മയ്ക്ക് വല്ല ബാധയും കയറിയോ? അമ്മ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? നിനക്കെന്താ ഗോപാല പ്രശ്നം? നീ സിറ്റിയിലല്ലേ ജീവിക്കുന്നത്? എന്നിട്ട് നിന്റെ അച്ഛന്റെ അതേ തനി പകർപ്പാതി. കണ്ടില്ലേ ഒരു ജുബയും ഉണ്ടു? 24 മണിക്കൂർ ഇതന്നെ ജുബയും ഉണ്ടു. അമ്മേ എടാ മോനെ ഗോപാല, കാലം മാറുന്നതിനനുസരിച്ച് കോലും മാറണം. എന്നാലേ നമുക്കൊക്കെ നാട്ടിലും വീട്ടിലൊക്കെ ഒരു വില കിട്ടത്തുള്ളൂ. എടാ മോനെ, നീ പോയി ഇങ്ങോട്ടെ ആ മന്ത്രവാദിനി ആരെങ്കിലും ഒന്ന് വിളിച്ചോണ്ട് വാ. ഇവളുടെ മേലെ ഏതാണ്ട് ബാധ കൂടിയതാ. അല്ലാതെ ഇവൾ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലടാ. എന്റെ മേലെ ഒരു ബാധയും കൂടിയതല്ല. പിന്നെ ഈ കൂടിയ ബാധ ഒഴിപ്പിക്കാന്നും ആരും വിചാരിക്കണ്ട. ഞാനിനി മരണം വരെ ഇങ്ങനത്തെ ഡ്രസ്സുകളെ ഇടത്തുള്ളൂ. ഇനി എത്രയും പെട്ടെന്ന് ലെൻസ് കൂടി വെച്ചിട്ട് ഈ കണ്ണടി കൂടി ഒന്ന് ഒഴിവാക്കണം. എന്നാലേ ഞാൻ മോഡേൺ ആയി. എന്റെ ഈശ്വര, ഇനി എന്തൊക്കെ കാണണമാവോ? ഇനി നല്ലോണം ഒന്ന് കുളിക്കണം. തലയിൽ എന്തൊക്കെയാണോ അടിച്ച് കയറ്റിയത്? ചൊറിഞ്ഞിട്ട് വയ്യ മനുഷ്യന്. നൊരച്ച് കുളിക്കട്ടെ. എന്താ അച്ഛാ ഇതൊക്കെ? എന്നോടാണോ ചോദിക്കുന്നേ? അവിടെ ഇങ്ങോട്ട് വരുന്നത് വരെ അവൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ എത്തിയപ്പോ ഈ മാറ്റമൊക്കെ. ഇതൊക്കെ ഇവിടുന്ന് കണ്ട് പഠിച്ചത് തന്നെയാ. എല്ലാത്തിനും കാരണം മിലിമോളാ. അവൾ ഓരോന്ന് പറഞ്ഞ് പിരി കയറ്റിട്ടാ അമ്മ ഇതുപോലെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ സുലുവിനോട് എന്ത് പറയും? മക്കളെ ഗോപാല, ഞാനും കൂടെ ഒന്ന് ഡൈ ചെയ്താലോ മോനെ? അതിന് അച്ചാച്ചന്റെ തലയിൽ മുടി എവിടെ ഡൈ ചെയ്യാന്? അപ്പൊ കൂടെ പറഞ്ഞത് ശരിയാ. ചാച്ചന്റെ തലയിൽ ആകെ 3-2-5 മുടിയുള്ളത്. അതിനെന്ത് ഡൈ ചെയ്യാനാണ്? അമ്മക്ക് എന്ത് പറ്റി? എന്താ സുലു, എന്ത് പറ്റി? നിനക്കിത് എന്ത് പറ്റി? അയ്യോ ഗോപാലേട്ടാ, എനിക്കൊന്നും പറ്റിയതല്ല. ഞാൻ വരുന്ന വഴി ഒന്നേ ബ്യൂട്ടി പാർലറിൽ കയറിയതാ. ബ്യൂട്ടി പാർലറിലോ? എന്തിന്? അത് പിന്നെ നാട്ടിൽ എല്ലാവരും മേക്ക് ഓവർ ചെയ്തോണ്ടിരിക്കല്ലേ. എന്നാ പിന്നെ ഇരിക്കട്ടെ എന്റെ വക ഒരു മേക്ക് ഓവർ എന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? നല്ല പൊളിയായിട്ടില്ലേ? നല്ല ഗ്ലാമർ ആയിട്ടുണ്ടെന്നാ വരുന്ന വഴിക്ക് കണ്ടവരെല്ലാം പറഞ്ഞത്. എന്റെ പൊന്നു സുലു, എന്ത് കോലായത്! അയ്യോ എന്ത് ഡ്രസ്സായത്! ഇതാ ഫ്രോക്ക്. ഇത്ര നാളെ ആ സാരിയുടെ ഉള്ളിലല്ലേ ഞാൻ ജീവിച്ചത്. അതൊന്ന് മാറി കഴിഞ്ഞപ്പോഴാ ഇതിന്റെ ഒരു സുഖം എനിക്ക് മനസ്സിലായത്. ഇപ്പൊ കണ്ടില്ലേ, കൈക്കൊക്കെ നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. എന്താ സുഖം എന്നറിയോ? ഇനി മേലെ ഞാൻ സാരി എടുക്കത്തില്ല. സുലു, നീ അമ്മയെ പോലെ തുടങ്ങാണോ? ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് നിങ്ങളെ അമ്മേനോട് ഇച്ചിരി ബഹുമാനം തോന്നുന്നുണ്ട്. എന്തായാലും അമ്മ കാരണമാണ് എനിക്കിപ്പോ ഇങ്ങനെ ഒരു മേക്ക് ഓവറിനെ പറ്റി ചിന്തിക്കാൻ തന്നെ തോന്നിയത്. എന്റെ പൊന്നു സുലു, നിനക്ക് ആദ്യത്തെ വേഷം തന്നെയാ നല്ലത്. അമ്മ എന്തോ പ്രാന്തിന് ഓരോന്ന് ചെയ്യുന്നെന്ന് കരുതിയിട്ട് നീയും അതുപോലെയാണോ നിൽക്കുന്നേ? അല്ല ഗോപാലേട്ടാ, ഞാൻ വരുന്ന വഴി ബിന്ദുവിനൊക്കെ കണ്ടായിരുന്നു. അവളും ബ്യൂട്ടി പാർലറിൽ പോയതാ. ഇന്നിവിടെ എല്ലാരും തന്നെ നിങ്ങളെ അമ്മേനെ കണ്ടിട്ടേ പുതിയതായിട്ട് ഒന്നുകൂടി മേക്ക് ഓവർ നടത്താൻ തീരുമാനിച്ചിരിക്കുക. നമ്മുടെ നാട്ടിൽ മൊത്തം ഇതൊരു സംസാര വിഷയപ്പോ. അപ്പൊ ഈ നാട് കുട്ടിച്ചോറാക്കി ഞങ്ങൾ എല്ലാരും കൂടി. പിന്നെണ്ടല്ലോ ഗോപാലേട്ടാ, ഇനി മുതൽ അങ്ങോട്ടേ ഞാൻ സ്ലീവ്ലെസ് ഡ്രസ്സ് മാത്രമേ ഇടത്തുള്ളൂ. ഇപ്പഴാ എന്റെ കൈക്കൊക്കെ ഒരു കാറ്റോട്ടം കിട്ടിയത്. എന്തൊരു സുഖാന്നറിയോ? ഇല്ലെങ്കിൽ ആകെ ചൂടെടുത്ത് വിയർത്ത് നാശമായിട്ട് ഈ സാരി ചുറ്റി പിടിച്ച് നടക്കണായിരുന്നു. ഇപ്പൊ എന്തൊരു സുഖാന്നറിയോ? അല്ല സുലു, നീ എന്താ ഈ മുടിയൊക്കെ ഇങ്ങനെ അയച്ചിട്ട് പനയക്ഷിനെ പോലെ? ഇതും പുതിയ ഫാഷൻ ആണ് പോലും. ആ ബ്യൂട്ടി പാർലറിലെ പെണ്ണെ അവളിതേ കട്ട് ചെയ്ത് തന്നതാ. കണ്ടില്ലേ മുന്നിൽ തൂങ്ങി കിടക്കുന്ന മുടി?
എന്റെ പൊന്നു സുലു, അവര് നിന്നെ പറ്റിച്ചതാ. ഇതൊന്നും അല്ല പുതിയ ഫാഷൻ. നീ ഈ മുടിയൊക്കെ ഒന്ന് മുകളിലോട്ട് കെട്ടിവെച്ചേ. ഇങ്ങനെ അയച്ചിട്ടിങ്ങായിട്ട് അടുക്കളയിലൊക്കെ നടന്നാൽ നമ്മുടെ ഭക്ഷണം ഫുള്ളും നിന്റെ തലമുടി ആയിരിക്കും. ഓ, അതിന് ഇനി അധികം ഞാൻ അടുക്കളയിലൊന്നും അധികം സമയം നിൽക്കത്തില്ല ഗോപാലേട്ടാ. ഇങ്ങനെ അടുപ്പിന്റെ ചൂടൊക്കെ ഏറ്റാലേ നമ്മുടെ സ്കിന്നൊക്കെ ഡള്ളായി പോകുന്ന ബ്യൂട്ടി പാർലറിലുള്ള പെണ്ണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അധികം ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാനേ. എന്റെ സുലു, നീ സ്വഭാവത്തോടെ തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? മോനെ ഗോപാല, എന്ത് പറ്റിയടാ സുലുവിന്? ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാനാ അച്ഛാ? മക്കളെ, നിങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ അമ്മേന്റെ പുതിയ കോലം? അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി അമ്മേ? മക്കളെ, എങ്ങനെയുണ്ട് അമ്മേന്റെ പുതിയ ഡ്രസ്സും സ്റ്റൈലും ഒക്കെ? അമ്മേ അച്ഛമ്മയെ പോലെ ഒന്ന് മേക്ക് ഓവർ ചെയ്തതാ. അടിപൊളിയായിട്ടില്ലേ? അച്ഛാ, അമ്മേനെ കണ്ടിട്ട് പേടിയാവുന്ന അപ്പുക്കുട്ടന്. കാർട്ടൂണിലുള്ള ഗോസ്റ്റിനെ പോലെ ഉണ്ട്. ആരാടാ ഗോസ്റ്റിനെ പോലെ ഇരിക്കുന്നത്? ഓ, നാട്ടിലും വഴിയിലും ആരെങ്കിലും ഒക്കെ നല്ല വേഷത്തിൽ നടക്കുമ്പോ നിങ്ങൾക്കൊക്കെ എന്താ ഒരു മതിപ്പ്. ഓ, എന്തൊരു ഭംഗി അവരെ കാണാൻ. അവരെ സ്റ്റൈല് കണ്ടില്ലേ, ലുക്ക് കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയില്ലേ? എന്നിട്ടിപ്പോ ഞാൻ അതുപോലെ ഒരു വേഷം ഇട്ട് വന്നപ്പോ നിങ്ങൾക്കൊക്കെ പുച്ഛല്ലേ? വായ തുറന്ന് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണല്ലോ കൂടെ. അമ്മേ, അമ്മയ്ക്ക് എന്താ വല്ല ബാധ കയറിയ? അങ്ങനെയാണെ എനിക്ക് ബാധ കയറും. മാറി നിൽക്കാങ്ങടെ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ജീൻസും ടോപ്പും ഇട്ട് മുടിയും കടായി ചെയ്ത് അച്ഛമ്മതേ അകത്തേക്ക് പോന്നു. ഇപ്പൊ സ്ലീവ്ലെസ് ഇട്ടിട്ട് മുടിയൊക്കെ അയച്ചിട്ട് യക്ഷിനെ പോലെ അമ്മയും. അയ്യോ, അച്ഛനൊന്നും അറിയത്തില്ല മക്കളെ. അച്ഛന്റെ തല ഇറങ്ങുന്നേ. അയ്യോ അച്ഛാ. മോനെ ഗോപാല, എന്ത് പറ്റിയടാ? പാറു, അച്ഛന്റെ ബോധം പോയിടി. അയ്യോ മോനെ ഗോപാല, മക്കളെ കുറച്ച് വെള്ളം എടുത്ത് മുഖത്ത് തെളിച്ചു കൊടുക്ക്. നിങ്ങളുടെ അമ്മേനെ വിളിക്ക്. അച്ഛന്റെ ബോധം പോയി. അയ്യോ, എന്താ എന്ത് പറ്റി? ഗോപാലേട്ടാ, ഗോപാലേട്ടാ, എന്ത് പറ്റി? അമ്മ അകത്തേക്ക് പോയ ഉടനെ അച്ഛന്റെ ബോധം പോയി. അമ്മേനെ കണ്ട് പേടിച്ച് ബോധം പോയതാ അച്ഛന്റെ. അമ്മ അച്ഛനെ കൊന്നേ. മിണ്ടാതിരിക്കണവിടെ. ഓ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ബോധം പോകുന്നൊരു മനുഷ്യൻ ഇങ്ങനെ ഉണ്ടോ? മോളെ സുലു, എന്റെ മോനെ നോക്കണേ. എനിക്കാണെ മുട്ടുവേദന കൊണ്ട് ഇവിടെ എണീക്കാനും വയ്യ. ഗോപാലേട്ടാ, ഓ ഒന്ന് എണീക്ക് ഗോപാലേട്ടാ. അയ്യോ, വെള്ളം വെള്ളം. നിനക്കൊന്ന് പറഞ്ഞിട്ട് ബോധം കെട്ടൂടെ മനുഷ്യ? അയ്യോ പ്രേതം. ഇതൊക്കെ നിങ്ങളുടെ അച്ഛന്റെ അടവാ. ബോധം ഉണ്ടെങ്കിലല്ലേ പോകത്തുള്ളൂ. എനിക്ക് വേറെ ജോലിയുണ്ട്. അമ്മേ, അച്ഛാ ഓക്കെ ആയോ അച്ഛാ? ആ, കുഴപ്പമില്ല മക്കളെ. ശരിക്കും അച്ഛന്റെ ബോധം പോയത് തന്നെയാണോ അച്ഛാ? നിങ്ങളുടെ അമ്മ പറഞ്ഞ പോലെ ബോധം ഉണ്ടായിട്ട് വേണ്ടേ മക്കളെ പോവാന്? നിങ്ങളുടെ അമ്മേനെ ആദ്യം കണ്ടപ്പോ തന്നെ എന്റെ ബോധം പോയി. അച്ഛാ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും അച്ഛാ? ഇത്രയും നേരം അമ്മേനെ മാത്രം എന്താക്കുന്നു വിചാരിച്ചിരിക്കായിരുന്നു. ഇനിയിപ്പോ സുലുവിനും കൂടി ഞാൻ എന്ത് ചെയ്യും അച്ഛാ? മക്കളെ ഗോപാല, നമുക്ക് മേക്കാടൻ തിരുമേനിയെ വിളിച്ചാലോ? ആവാഹനം നടത്താം മക്കളെ. ഇനിയിത് പ്രേതബാധയാണോ? അച്ഛമ്മയും അമ്മയും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കൊണ്ടുവന്നതല്ലേ? ഇതേ മേക്കാടൻ വന്നാലൊന്നും പോവില്ല. പിന്നെപ്പോ നമ്മൾ എന്താ മക്കളെ ചെയ്യാ? ഇങ്ങനെ ആയ ആകെ കഷ്ടാവുമല്ലോ. മോനെ ഗോപാല, അച്ഛൻ ഇന്ന് തന്നെ നാട്ടിലേക്ക് പോവാണ്. അച്ഛൻ ഇവിടെ നിൽക്കാൻ മേല മക്കളെ. ആ, അച്ഛൻ ഇനി അങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. അച്ഛൻ പോവാണെങ്കിലേ അമ്മേനെ കൂട്ടി പോയാ മതി. അച്ഛൻ വന്നപ്പാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. അവിടെ ഇനി അമ്മേനെ കൂട്ടി അല്ലാതെ അച്ഛൻ തിരിച്ചു പോവാന്ന് വിചാരിക്കണ്ട. അല്ലെങ്കിലേ നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ നിന്ന് നിൽക്കാം. മക്കളെ, എന്നാ